നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. പ്രദേശത്തെ അപകടാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ദേശീയപാതയിൽ പെരിയാർ ടൗണിനടുത്ത് സർവീസ് റോഡ് തകർന്നു. ഇതോടെ റോഡ് ഗതാഗതം ഭാഗികമായി നിലച്ചു. പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും രംഗത്ത്. തൃക്കരിപ്പൂർ തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ചക്ക വിഭവങ്ങൾ വിളമ്പി. വായനാ വെളിച്ചം വായനാക്കളരി പദ്ധതിയുടെ ഭാഗമായാണ് മനസ്സിലും നാവിലും രുചി വൈവിധ്യത നിറച്ച് ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ആഷിദ് കേബിൾ നെറ്റിന്റെ 10K ബന്ധങ്ങളുടെ നേട്ടം സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിലാണ് പരിപാടി നടന്നത്. കുഞ്ഞു മനസ്സുകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി സബ് ജില്ലാ പ്രവേശനോത്സവത്തിന് PTM AUP സ്കൂൾ ബദിരാവേദിയായി. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ MES കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സമ്മേളനം ജൂൺ 6-ന് 3 മണി മുതൽ കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് നഗരസഭ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണയിൽ പദ്ധതി അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ നൽകി. നഗരസഭയിലെ 47 വാർഡുകളിലെ 13 വിദ്യാർത്ഥികൾക്കാണ് കുട, ബാഗ്, നോട്ട്ബുക്ക്, പെന്ന് തുടങ്ങിയവ വിതരണം ചെയ്തത്. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. പ്രദേശത്തെ അപകടാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കളക്ടറുടെ അടിയന്തര സന്ദർശനം. അപകട സാധ്യത കണക്കിലെടുത്ത് RDOമാർക്ക് മേൽനോട്ട ചുമതല നൽകിയതായി കളക്ടർ പറഞ്ഞു. സിറ്റി ന്യൂസ് ഇംപാക്ട്. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ചെർക്കള, ബേവിഞ്ച, തെക്കിൽ ഭാഗങ്ങളിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തിയത്. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ പ്രദേശത്ത് വൻ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ 8 കിലോമീറ്ററിൽ പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. കഴിഞ്ഞ കാലവർഷത്തിൽ ഇവിടെ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്ത് സർവീസ് റോഡ് ഇല്ലാത്തതും ഡ്രൈനേജ് സംവിധാനം ഒരുക്കാത്തതും വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കളക്ടറുടെ അടിയന്തര സന്ദർശനം. കാലവർഷാരംഭത്തിന് മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പ്രതീക്ഷിച്ചത്ര പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും അപകട സാധ്യത കണക്കിലെടുത്ത് പോലീസിനും റവന്യൂ ഡിവിഷൻ ഓഫീസർമാർക്കും നിരീക്ഷണ ചുമതല നൽകിയതായും കളക്ടർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷങ്ങളിൽ മഴക്കാലത്ത് NHന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ദേവിഞ്ച, വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിൽ അതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് വർക്ക് NHയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ NHയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇൻസ്പെക്ഷനുകൾ നടത്തിയിട്ടും എക്സ്പെർട്ട് കമ്മിറ്റികൾ പഠനം നടത്തിയിട്ടും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. NHയും അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പുരോഗതി വിലയിരുത്താനാണ് നമ്മൾ പീരിയോഡിക്കായിട്ട് വിസിറ്റ് ചെയ്യും, മീറ്റിംഗ്സും നടത്തിയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് ബേവിഞ്ചക്കുന്ന്. കാരണം ഈ വർഷം നമ്മൾ മഴ സ്റ്റാർട്ട് ചെയ്യാറായി. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് വർക്ക് നടന്നിട്ടുണ്ട്. എന്നാലും പ്രതീക്ഷിച്ചത്ര പൂർണ്ണമായിട്ട് വർക്ക് NHന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പോർഷനിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും മഴയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ പ്രിക്കോഷൻസും NHനോട് എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും കൂടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും മണ്ണിടിച്ചിൽ അതുപോലത്തെ സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ തന്നെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമർജൻസി റെസ്പോൺസ് അതുപോലത്തെ സംവിധാനങ്ങളെല്ലാം നിലവിൽ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇത് 2 സ്ഥലങ്ങളിലും നമ്മൾ RDOമാരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സംഭവത്തിൽ അടിയന്തര മുൻകരുതൽ എടുക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. ബേവിഞ്ച, ചെറുവത്തൂർ, വീരമലക്കുന്ന് ഭാഗങ്ങളിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുരോഗതി ദിവസവും RDOമാർ വിലയിരുത്തുന്നുണ്ട്. ദുരന്തം സംഭവിക്കാതിരിക്കാൻ റാപ്പിഡ് റെസ്ക്യൂ ടീമിന്റെ പ്രവർത്തനം ശക്തമാക്കാനും തീരുമാനമായിട്ടുണ്ട്.
ചെർക്കള ടൗണിലും ചെങ്കള പഞ്ചായത്ത് ഓഫീസ് പരിസരത്തും നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ നേരിടുന്ന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കനാലുകൾ നിറഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും ദേശീയപാതയിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും തടയാൻ ഓവുചാലുകളും സുരക്ഷാ ഭിത്തികളും ഉറപ്പുവരുത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. സന്ദർശനത്തിൽ ജില്ലാ പോലീസ് മേധാവി വിജയഭരത് റെഡ്ഡി, ASP അച്യുത് അശോക്, RDO ബിനു ജോസഫ്, ഡെപ്യൂട്ടി കളക്ടർ LA ദിലീപു, S ലോറൻസ്, RTO J ജെറാഡ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M വിജയൻ, നാഷണൽ ഹൈവേ അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ ഉമേഷ് ഗാർ, നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികൾ, തഹസിൽദാർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കളക്ടറുടെ സന്ദർശനത്തെ തുടർന്ന് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗത്തിൽ ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് ചെർക്കള ബേവിഞ്ച പ്രദേശത്ത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെർക്കള. ദേശീയപാതയിൽ പെരിയാർ ടൗണിനടുത്ത് സർവീസ് റോഡ് തകർന്നു. ഇതോടെ റോഡ് ഗതാഗതം ഭാഗികമായി നിലച്ചു. പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും രംഗത്ത്. കനത്ത മഴയിൽ പ്രദേശത്ത് വ്യാപകമായി വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. ഡ്രൈനേജ് നിർമ്മാണം ശാസ്ത്രീയമല്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും കണ്ണിൽ പൊടിയിടുന്ന നിർമ്മാണ പ്രവർത്തനം നടത്താൻ ഇനി അനുവദിക്കില്ലെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. പെരിയാർ ടൗണിലെയും പ്രദേശത്തെ മറ്റ് കെട്ടിടങ്ങളുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ തോന്നുംപടിയാണ് ദേശീയപാതയിൽ നിർമ്മാണ കമ്പനിയുടെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. നിരവധി തവണ ഇതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർക്ക് നിവേദനം ഉൾപ്പെടെ നൽകിയതാണെന്നും നാട്ടുകാരും വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെയും ആക്ഷേപം. സർവീസ് റോഡുകളിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ഡ്രൈനേജ് പലപ്പോഴും കനത്ത മഴയിൽ വലിയ വെള്ളക്കെട്ടാണ് പ്രദേശത്തുണ്ടാക്കുന്നത്. വെള്ളക്കെട്ട് സർവീസ് റോഡ് തകരാനും ഇടയാക്കുന്നു. ഇപ്പോഴുള്ള സർവീസ് റോഡ് അരികുഭിത്തി തകർന്ന് അപകടകരമായ സാഹചര്യത്തിലാണ്. പലയിടത്തും പ്രദേശത്തിന്റെയും മഴവെള്ളത്തിന്റെയും ഗതി മനസ്സിലാക്കാതെ അശാസ്ത്രീയമായി തോന്നുംപടി നിർമ്മിക്കുന്ന ഡ്രൈനേജുകളാണ് വെള്ളക്കെട്ടിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. പെരിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ വെള്ളക്കെട്ടുകൾ എല്ലായിടത്തും ഉണ്ട്. പെരിയയിലെ വെള്ളക്കെട്ടുകൾ മുകളിൽ നിന്ന് പെരിയോക്കി മുതലുള്ള വെള്ളം ഒന്നാകെ വരുന്ന സ്ഥലമാണ് ഇത്. ചെറിയൊരു കൾവർട്ട് മാത്രമേ പെരിയയിൽ നിർമ്മിച്ചിട്ടുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വെള്ളക്കെട്ടുകൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നേക്ക് വെള്ളം കെട്ടിയെന്ന് ഇത് റോഡിനെ തകർന്നിരിക്കുകയാണ്. റോഡിന്റെ ജില്ലയൊക്കെ സർവീസ് റോഡിലെ ജില്ലയൊക്കെ ഒലിച്ചു പോവുകയും അതിന്റെ ഭാഗമായി വലിയ മളികൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനാൽ നമുക്ക് വണ്ടിയൊന്നും പോകാൻ പറ്റുന്നില്ല. എപ്പോഴും ശാശ്വതമായി ഈ റോഡിലൂടെ പോകാൻ പറ്റുന്ന സംവിധാനമല്ല ഇല്ലത്. അതിനെതിരെ ഈ മൊത്തം നാട്ടുകാർ, പെരിയയിലെ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരികളും എല്ലാവരും ഒത്തുകൂടിയ ഒരു സമരപാതയിലാണ്. ഇത് ഇങ്ങനെ മണ്ണിട്ട് നികത്തി ഇങ്ങനെ ഫില്ലാക്കിയിട്ട് താൽക്കാലിക റോഡാക്കുന്നതിൽ നമ്മൾ എല്ലാവരും എതിർപ്പാണ്. തുടർന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് മാറ്റിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കൾവട്ടം കൂടി നിർമ്മിച്ചുകൊണ്ട് നല്ല വൃത്തിയിൽ ചെയ്താൽ മാത്രമേ നമ്മൾ ഇത് പണി നടത്താൻ കൊടുക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുകയാണ്. ആ വെള്ളം പോകേണ്ട വഴി ഫുള്ള് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉയർന്ന സ്ഥലത്തേക്ക് വെള്ളം പോകില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിന് യാതൊരു ഇതും ചെയ്യാതെ റോഡ് പണി മാത്രം എടുത്ത് പോകുന്ന സിസ്റ്റമാണ് കാണുന്നത്. അതിനെതിരെ പ്രതിഷേധിക്കും. ആ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഒരു ഓവുചാൽ നിർമ്മിച്ചുകൊണ്ട് നല്ല രീതിയിൽ വെള്ളത്തിനെ ഒഴുക്കി വിട്ടുകൊണ്ട് ഈ റോഡിനെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ അത് നിറവേറ്റി തരുന്നവരെ ഞങ്ങൾ സമരപാതയിലായിരിക്കും. പണി ഇന്ന് നിർത്തി വെച്ചിട്ടിരിക്കുകയാണ്. മണ്ണിട്ട് നിരത്തിയിട്ട് റോഡ് വേണ്ട. നമുക്ക് ശാശ്വതമായ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊണ്ട് നല്ലൊരു ഓവുചാൽ നിർമ്മിച്ചുകൊണ്ട് നല്ല രീതിയിൽ റോഡ് നിർമ്മിച്ചാൽ മാത്രമേ പണി നടത്തേണ്ടൂ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. കലക്ടർക്ക് നിവേദനം കൊടുക്കുന്നുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് ഇന്ന് രക്ഷപ്പെട്ടത്. ഒരു KSRTC ബസ് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അപകടം വരുമ്പോൾ മാത്രം കണ്ണു തുറക്കുന്ന അധികാരികൾക്ക് ഇതൊരു ബോധം ഉണ്ടാവണം. ഇത്തരത്തിലല്ല പണി നടത്തേണ്ടത്. നല്ല രീതിയിൽ ഒരു അപകടമില്ലാത്ത രീതിയിൽ പണി നടത്താൻ വേണ്ടി ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത്. മഴക്കാലം വരെ കാത്തിരുന്ന് ഇപ്പോൾ പലയിടത്തും നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. സർവീസ് റോഡുകളിൽ വഴിപാട് പ്രവൃത്തികളാണ് നിർമ്മാണ കമ്പനി നടത്തുന്നതെന്നും ഇവർ ആരോപിച്ചു. തോന്നുംപടിയുള്ള ഡ്രൈനേജ് നിർമ്മാണമാണ് പ്രദേശത്തെ നാട്ടുകാരെ വലിക്കുന്നത്. കനത്ത മഴയിൽ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നതും അപകടങ്ങൾ വിളിച്ചുവരുത്തുന്നതും കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള ഡ്രൈനേജ് നിർമ്മാണങ്ങളും മണ്ണിട്ടുയർത്തി എളുപ്പത്തിൽ തയ്യാറാക്കുന്ന സർവീസ് റോഡുകളുമാണ്. ഇത് ഇനി അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, പെരിയ. തൃക്കരിപ്പൂർ തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ചക്ക വിഭവങ്ങൾ വിളമ്പി. വായനാ വെളിച്ചം വായനാ കളരി പദ്ധതിയുടെ ഭാഗമായാണ് മനസ്സിലും നാവിലും രുചി വൈവിധ്യം നിറച്ച് ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പഴുത്ത ചക്കച്ചുള മുതൽ ഐസ്ക്രീം വരെയുള്ള 15-ൽ പരം ഇനങ്ങളാണ് ചക്ക ഫെസ്റ്റിൽ ഒരുക്കിയത്.
ചക്ക ഉപയോഗിച്ച് കൂട്ടുകറി, ചിപ്സ്, ജ്യൂസ്, ഉപ്പേരി, ചക്ക, പഴംപൊരി, ചക്കക്കുരു കട്ട്ലറ്റ്, പച്ചച്ചക്കവട, ഷെയ്ക്ക് തുടങ്ങി വിവിധ തരത്തിലുള്ള ചക്ക വിഭവങ്ങൾ ഗ്രന്ഥാലയത്തിൽ വനിതാവേദി അംഗങ്ങളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി എത്തിക്കുകയായിരുന്നു. വായനക്കളരിയുടെ സമാപനം ഗ്രന്ഥശാല സംഘം ഹോസ്ദുർ താലൂക്ക് നിർവാഹക സമിതി അംഗം വി.കെ. രതീശൻ ഉദ്ഘാടനം ചെയ്തു. ഈ വായനക്കളരിയുടെ ഭാഗമായി ഇവിടെ ചക്ക മഹോത്സവം കൊണ്ട് ഇവിടുത്തെ വനിതാവേദിയിലെ അമ്മമാർ നിങ്ങളെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് നല്ല ആഹാരം കൊടുക്കാനുള്ള പദ്ധതികളാണ് വായനക്കളരിയിലും വായനാ വെളിച്ചത്തിലും ഈ ഗ്രന്ഥാലയത്തിലെ പുസ്തകങ്ങളിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ശാരീരികമായും മാനസികമായുമുള്ള നിങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അത് ഏറ്റവും ഭംഗിയായി നടത്തപ്പെട്ട കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ തന്നെ MAM ഗ്രന്ഥാലയം പ്രസിഡന്റ് വി. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എ. സവിത, വായനാക്കളരി കോർഡിനേറ്റർ PV ശ്യാമള, MAM ക്ലബ് പ്രസിഡന്റ് കക്കുന്നം പത്മനാഭൻ പണിക്കർ, ഗ്രന്ഥാലയം ജോയിന്റ് സെക്രട്ടറി PV കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാലവേദി അംഗങ്ങൾ സ്വന്തം സാഹിത്യരചനകൾ വേദിയിൽ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ആഷിത് കേബിൾ നെറ്റിന്റെ 10K ബന്ധങ്ങളുടെ നേട്ടം സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിലാണ് പരിപാടി നടന്നത്. ആഷിത് കേബിൾ നെറ്റിന്റെ 10K ബന്ധങ്ങളുടെ നേട്ടം സെലിബ്രേഷൻ കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. CCN ചെയർമാൻ പ്രദീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പം ഈ പലപ്പോഴും വെക്കുന്നത് ഒരു തൊഴിലാളി മുതലാളി എന്ന് പറഞ്ഞാൽ ആ രീതിയിലല്ല. തൊഴിലാളി മുതലാളിയല്ല, ഒരു ബന്ധം തന്നെ ഒരുപാട് കാലങ്ങളായി വർക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മളൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് കാലങ്ങളായി വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ കൂടി. അപ്പൊ അത്തരം ബന്ധങ്ങളാണ് നമ്മളെ ഈ ബിസിനസ്സിനെ നിലനിർത്തിയത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബ്രോഡ്ബാൻഡ്, അതായത് ബ്രാൻഡായിട്ട് കേരളാവശ്യത്തിലെ ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡായിട്ട് മാറാൻ സാധിച്ചത്. എന്നാലും ഈ ഒരു അവസരത്തിൽ ഈ നമ്മളെ പ്രിയപ്പെട്ട ജീവനക്കാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു ആഘോഷം സംഘടിപ്പിക്കാൻ കാണിച്ച സന്മനസ്സിനെ നമ്മുടെ ആഷിത് നെറ്റ്വർക്കിന്റെ സഹപ്രവർത്തകർക്ക് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമായി തന്നെ അഭിനന്ദനം അർപ്പിക്കുന്നു. ഇത്തരമൊരു കാര്യം ചെയ്യുമ്പോൾ പണ്ട് എനിക്കൊന്ന് ആഷിത് നെറ്റ്വർക്ക് മോഡേണായിരുന്നു ഉണ്ടായിരുന്നത്. പണ്ട് ഈ ഒരു 2000 മുമ്പേ ആ സമയത്തുള്ള ഒരു നെറ്റ്വർക്കിന്റെ വിഭാവനയല്ല ഇന്ന്. ഇതെല്ലാം മാറി. പണ്ട് ഓരോ ഇഞ്ചക്ടർ കൊണ്ട് ഓരോ വീട്ടിൽ വെച്ചുകൊണ്ടും പിന്നെ ഓരോ റൂമിലേക്ക് മാറ്റിക്കൊണ്ടും RF വെച്ചുകൊണ്ടും പണ്ട് എല്ലാവർക്കും അറിയാം. പണ്ട് ഇവിടെ എല്ലാം കുറച്ച് നമ്മുടെ ജീവനക്കാരടക്കം ഓപ്പറേറ്റർമാരൊക്കെയുണ്ട്. പണ്ട് ഒരുപാട് കാലമായിരുന്നു ഒരു കേബിൾ നെറ്റ്വർക്കാണ്. ഒരു 4-5 കിലോമീറ്റർ സിഗ്നൽ കൊണ്ടുവച്ചാൽ ഒരു സാഹസം തന്നെയായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി മാറി വന്ന സമയത്ത് ഈ വോയിസ് എന്നുള്ള പുതിയ സംവിധാനത്തിലേക്ക് വന്ന സമയത്താണ് നമ്മളെല്ലാവരും കുറച്ചുകൂടി നല്ല രീതിയിൽ എവിടെയെങ്കിലും എത്തിക്കാമെന്ന ആത്മവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആഷിത് കേബിൾ ചെയർമാൻ മോഹനൻ TV അധ്യക്ഷത വഹിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കേബിൾ അസോസിയേഷന്റെ ഒരു ഘടകമാണ്. അതായത് കമ്പനിയും അസോസിയേഷൻ നമ്മൾ പറഞ്ഞാൽ ഒരു നാണയത്തിന് 2 വർഷമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ പ്രവർത്തിക്കും. അതിന് വേണ്ട ചട്ടക്കൂടും സാഹചര്യങ്ങളും പറഞ്ഞു തരുന്ന അസോസിയേഷനാണ്. ആഷിത് കേബിൾ നെറ്റ് MD വിനോദ് P സ്വാഗതം പറഞ്ഞു. ആഷിത് ഹെഡ് എന്നാൽ കാസർഗോഡ് ജില്ലയിൽ 6 സബ് ഹെഡുകളിൽ ഒന്നാണ് ആഷിത് ഹെഡ്. ആ ഹെഡിന്റെ കീഴിൽ 30 ഓപ്പറേറ്റർമാരായിട്ട് 2 പേരും മറ്റേ രീതിയിൽ സിഗ്നൽ സ്വീകരിച്ചുകൊണ്ട് 32 ആൾക്കാരാണ് ഇവര്. അവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ആഷിത് ഹെഡ് എന്നത്. അതിനപ്പുറത്തേക്ക് KCCL എന്നാൽ ഒരുപറ്റം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഒരു ഏകീകരിച്ചുകൊണ്ട് ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് സിഗ്നലുകൾ സ്വീകരിച്ചുകൊണ്ട് അത് വിതരണം ചെയ്യുന്ന, അതിന് നേതൃത്വം വഹിക്കുന്ന ഒരു കമ്പനിയാണ് KCCL. COA ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV, യൂണിറ്റി ഹെഡ് ആൻഡ് ചെയർമാൻ സദാശിവ കിനി, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, COA മേഖലാ സെക്രട്ടറി പ്രകാശ് P, CCN ബ്രോഡ്ബാൻഡ് ഹെഡ് അബ്ദുള്ള കുഞ്ഞി എന്നിവർ സംസാരിച്ചു. എല്ലാ ഓപ്പറേറ്റർമാരുടെയും കൺട്രോൾ റൂമുകളുടെ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ വേണ്ടത്. കാരണം നമ്മുടെ കൺട്രോൾ റൂമിലെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉള്ള സംവിധാനത്തിലേക്കാണ് കേരള മുമ്പോട്ട് പോകുന്നത്.
എല്ലാവർക്കും അറിയാം, നമ്മുടെ വീക്കെൻഡിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ ആശുപത്രിയിൽ വന്ന ഓപ്പറേറ്റർമാർക്ക് അറിയാം എങ്ങനെയാണ് അവരുടെ കൺട്രോൾ റൂമിലുള്ള സിസ്റ്റം ഡാറ്റാ സെന്റർ ലെവലിലേക്കാണ് ഇപ്പോൾ നമ്മൾ സംവിധാനം കൊടുത്തിരിക്കുന്നത്. ആഷിദ് കേബിൾ വൈസ് ചെയർമാൻ പ്രവീൺ കുമാർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുഞ്ഞു മനസ്സുകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി സബ് ജില്ലാ പ്രവേശനോത്സവത്തിന് PTM AUP സ്കൂൾ ഭദ്രാവേദിയായി. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞു മനസ്സുകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി സബ് ജില്ലാ പ്രവേശനോത്സവത്തിന് PTM AUP സ്കൂൾ ബദിര വേദിയായി. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ അവർ എത്രമാത്രം അവരുടെ പങ്ക് ആ സമൂഹത്തിൻ്റെ ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അറിവും. അവരുടെ കുറ്റവാസനയില്ല, അക്രമ വാസനയില്ല, മറ്റ് ചിന്തകളോ പ്രതികാര ചിന്തകളോ മറ്റോ ഇല്ല. വിശക്കുമ്പോൾ വിശപ്പ് അയക്കുന്നതിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ മറ്റെന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്തുകൊണ്ട് ഇനി വരുന്ന അവർക്ക് ഇനി വരുന്നതാണ് അവരുടെ മനസ്സിലേക്ക് കുറിച്ചും ദ്വേഷവും മറ്റും ഉള്ളത്. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് നല്ല സൗഹൃദമായ അന്തരീക്ഷത്തിൽ സൗഹൃദമായ മറ്റുള്ളവരുടെ അവർക്ക് ജാതിമതം നല്ല ശൂന്യമായ പ്രയാസം നേടാനുണ്ട്. അവരുടെ മനസ്സിലേക്ക് നിർദ്ദേശങ്ങൾ പകർന്നു കൊടുക്കാതെ നന്മകൾ മാത്രം പകർന്നു കൊടുത്തുകൊണ്ട് നല്ല വിദ്യാർത്ഥികളായി ഒരു സമൂഹത്തെ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അധ്യാപകരും അതുപോലെ തന്നെ അധ്യാപകരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുമാണ്. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ KM ഹനീഫ, കാസർഗോഡ് മുനിസിപ്പൽ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദ് ബദിര, കൗൺസിലർമാരായ മുനീസ റസാഖ്, ആയിഷ, ബിന്ദു, ഷഫിയ റിയാസ്, സുമയ്യ എന്നിവർ ആശംസകൾ നേർന്നു. സ്കൂൾ മാനേജർ CA മുഹമ്മദ് കുഞ്ഞി, PTA പ്രസിഡന്റ് സലാഹുദ്ദീൻ ബദിര, മദർ PTA പ്രസിഡന്റ് നസീമ റസാഖ്, ഡയറ്റ് ഫാക്കൽറ്റി വിനോദ് പെരുമ്പള, BRC ട്രെയിനർ ഹക്കീം മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് ഷഫീർ പടുപ്പിൽ, ഹൈസ്കൂൾ കമ്മിറ്റി ചെയർമാൻ C അബ്ദുള്ള കുഞ്ഞി ഹാജി, ജമാഅത്ത് പ്രസിഡന്റ് PA അബ്ദുള്ള ഹാജി, മാനേജ്മെന്റ് കമ്മിറ്റി ട്രഷറർ BH മുഹമ്മദ്, മാനേജ്മെന്റ് സെക്രട്ടറി BA അബ്ദുറഹിമാൻ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം മുഹമ്മദ് മാണിമൂല, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റിഷാദ് പള്ളം, കാസിം ചാല, റഫീഖ് എന്നിവർ പങ്കെടുത്തു. കാസർഗോഡ് ഉപജില്ലാ ഓഫീസർ നാരായണ D സ്വാഗതവും ഹെഡ് മിസ്ട്രസ് റോഷ്നി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ MES കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സമ്മേളനം ജൂൺ 6 3 മണി മുതൽ കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. MES കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ജൂൺ 6 ശനിയാഴ്ച 3 മണിക്ക് കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിക്കും. പ്രസിഡന്റ് C മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ കല്ലട്ര മാഹിൻ ഹാജി MLA, AKM അഷ്റഫ് MLA, K നീലകണ്ഠൻ MLA, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA, സന്ദീപ് വാര്യർ MLA എന്നിവർക്ക് സ്വീകരണം നൽകും. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റാണ് MES എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പോഴുള്ള പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ഗഫൂറിൻ്റെ മകൻ ഡോക്ടർ ഫസൽ ഗഫൂറാണ്. അപ്പോൾ അതിൻ്റെ 60 വർഷം പിന്നിട്ട MES അതിൻ്റെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ജില്ലാ MESന്റെ വിദ്യാഭ്യാസ സമ്മേളനവും അനുബന്ധ ചടങ്ങുകളും ഈ 6-ാം തീയതി ശനിയാഴ്ച കാഞ്ഞങ്ങാട് മോൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് ജില്ലയിലെ
പുതുതായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്കുള്ള സ്വീകരണം, അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യകാല പ്രസിഡന്റും പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും വിശുദ്ധനുമായിട്ടുള്ള ഡോക്ടർ KP മുഹമ്മദ് കുഞ്ഞി ഉപ്പള അദ്ദേഹത്തെ ഈ ചടങ്ങിൽ വെച്ച് ഫസൽ ഗഫൂർ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജില്ലയിലെ ഏറ്റവും മികച്ച 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവാർഡ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സമ്മേളനത്തിലെ വിഷയാവതരണം ഡോക്ടർ ഖാദർ മാങ്ങാട് അവതരിപ്പിക്കും. ഉപഹാര സമർപ്പണം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി എന്നിവർ നിർവഹിക്കും. OC സലാവുദ്ദീൻ, CT സക്കീർ ഹുസൈൻ എന്നിവർ പ്രബന്ധ അവതരണം നടത്തും. ആരിഫ് കാപ്പൽ സ്വാഗതവും BM മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറയും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് C മുഹമ്മദ് കുഞ്ഞി, സെക്രട്ടറി ആരിഫ് കാപ്പൽ, ട്രഷറർ KC ഇർഷാദ്, വൈസ് പ്രസിഡന്റുമാരായ A ഹമീദ് ഹാജി, മവൽ മുഹമ്മദ് മാമു, ജോയിന്റ് സെക്രട്ടറിമാരായ BM മുഹമ്മദ് കുഞ്ഞി, ഫാറൂഖ് ഖാസ്മി എന്നിവരും BK സാലിം, ബഷീർ ആറങ്ങാടി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൺ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണയിൽ പദ്ധതിയിൽ അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ നൽകി. നഗരസഭയിലെ 47 വാർഡുകളിലെ 13 വിദ്യാർത്ഥികൾക്കാണ് കുട, ബാഗ്, നോട്ട്ബുക്ക്, പെന്ന് തുടങ്ങിയ നിരവധി ഇനങ്ങൾ അടങ്ങിയ സ്കൂൾ കിറ്റ് നൽകിയത്. കാഞ്ഞങ്ങാട് നഗരസഭ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണയിൽ പദ്ധതിയിൽ അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ നൽകി. നഗരസഭയിലെ 47 വാർഡുകളിലെ 13 വിദ്യാർത്ഥികൾക്കാണ് കുട, ബാഗ്, നോട്ട്ബുക്ക്, പെൻ തുടങ്ങി നിരവധി ഇനങ്ങൾ അടങ്ങിയ സ്കൂൾ കിറ്റ് നൽകിയത്. നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വൈസ് ചെയർമാൻ ലതാ ബാലകൃഷ്ണ കിറ്റുകൾ നൽകി നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് സർക്കാർ പദ്ധതികളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എവിടെയിരിക്കുന്നത് അത്തരം കുടുംബങ്ങളിൽ പെട്ട കുട്ടികൾ അവരുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരു സ്കൂൾ കിറ്റ് നൽകണം എന്നതാണ് തീരുമാനം. നമ്മുടെ കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 13 കുടുംബങ്ങളിലാണ് സ്കൂൾ വിദ്യാഭ്യാസമില്ല.
കുടുംബങ്ങളും ആ 13 കുട്ടികൾക്കും ഉള്ള സ്കൂൾ കിറ്റ് നഗരസഭ നൽകുകയാണ്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ പരിപാടി ഇന്ന് സ്കൂൾ കിറ്റ് വിതരണമാണ്. നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP ജാഫർ, ഫൗസിയ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ ക്ലർക്കുമാരായ KC ജിതേഷ് സ്വാഗതവും KS ശ്വേത നന്ദിയും പറഞ്ഞു. കൌൺസിലർമാർ, ജീവനക്കാർ, പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വാർഡ് 19 പനങ്കാവ് ശുചിത്വ വാർഡ് ശുചിത്വ വീട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പൊതുകുളം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഐങ്ങോത്തുകുളം ശുചീകരിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വാർഡ് 19 പനങ്കാവ് ശുചിത്വ വാർഡ് ശുചിത്വ വീട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പൊതുകുളം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഐങ്ങോത്തുകുളം ശുചീകരിച്ചു. വാർഡിലെ കുടുംബശ്രീ, വികസന സമിതി, ക്ലബ് അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, പുരുഷ സഹായ സംഘങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകർ, പാടശേഖര കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പൊതുകുളം ശുചീകരിച്ചത്. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഐങ്ങോത്തുമായി ബന്ധപ്പെട്ട് കായിക മേഖലയിൽ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ വെക്കണം. നീന്തൽ പരിശീലനം ഒരു വലിയ കായിക ഇനമാണ്. നമുക്ക് അറിയാം, ഇന്റർനാഷണൽ താരം സൈഫുദ്ദീനെ വരെ സമ്മാനിച്ച പ്രദേശമാണ് കാഞ്ഞങ്ങാട്. ഇവിടെ 19-ാം വാർഡ് മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കായിരിക്കട്ടെ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ സമ്മാനം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതിനുള്ള പ്രവർത്തനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് ഞാനിവിടെ സൂചിപ്പിച്ച ഐങ്ങോത്തുകുളം ഒരു ആധുനിക രീതിയിലുള്ള ഒരു കൃഷിക്കും അതുപോലെ തന്നെ കായികത്തിനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംരംഭമാക്കി മാറ്റുന്നതിൽ അതിവേഗം നമുക്ക് മുന്നേറാൻ കഴിയേണ്ടതുണ്ട്. അതിനെ എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് 19-ാം വാർഡിൻ്റെ ഇന്നത്തെ ഈ ശുചീകരണ പ്രവൃത്തി ഔപചാരികമായി നമ്മളെല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു നിർത്തുന്നു. അഭിവാദനം. മുൻ വാർഡ് കൌൺസിലർ KK ഗീത അധ്യക്ഷത വഹിച്ചു. ശബരീശൻ ഐങ്ങോത്ത്, KV ദാമോദരൻ, ദിലീപൻ, രാജൻ തളാപ്പൻ, ഗംഗാധരൻ കോവൽ, പ്രദീപൻ പനങ്കാവ്, പ്രദീപൻ ഐങ്ങോത്ത്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ബാലകൃഷ്ണൻ ഐങ്ങോത്ത്, ADS പ്രസിഡന്റ് ദീപ ഐങ്ങോത്ത്, CDS അംഗം വത്സല രാജൻ പുതുക്കൈ, കണ്ണൻ നായർ, ജാനകിയമ്മ, രോഹിത്, വാർഡ് കൌൺസിലർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ദാക്ഷായണി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജൂൺ 3 ബുധനാഴ്ച ലോക സൈക്കിൾ ദിനത്തിൽ ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വലിയ പാഠമാണ് സമൂഹത്തിന് നൽകുന്നത്. സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഉദനൂർ ഗ്രാമത്തിലെ പ്രഭാതം സൈക്കിൾ ബെല്ലുകളാൽ മുഖരിതമാണ്. ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതും മലിനീകരണമല്ലാത്തതുമായ സൈക്കിൾ യാത്രയാണ് ഉദനൂർ സ്കൂളിലെ വിദ്യാർത്ഥികളെ വേറിട്ട് നിർത്തുന്നത്. സർക്കാർ വിദ്യാലയമായ ഉദനൂർ ഹയർ സെക്കൻഡറിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 950-ൽ പരം വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 250-ൽ പരം വിദ്യാർത്ഥികളുമാണ് വിവിധ ഗ്രാമങ്ങളിൽ നിന്നായി സൈക്കിളിലെത്തുന്നത്. ഉദനൂരിന്റെ സൈക്കിൾ പെരുമയ്ക്ക് ഏതാണ്ട് 3.5 പതിറ്റാണ്ട് പഴക്കമുണ്ട്. സൈക്കിളിൽ സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയും പ്രോത്സാഹനവും സ്കൂൾ അധികൃതർ നൽകുന്നുവെന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് സൈക്കിളിലെത്തുന്നവരിൽ എണ്ണത്തിൽ കൂടുതൽ. പടന്നയ്ക്ക് പുറമെ തൃക്കരിപ്പൂർ, പിലിക്കോട്, വലിയപറമ്പ് തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികളും ഉദനൂർ ഗവൺമെന്റ് HSSലേക്ക് രാവിലെയും വൈകുന്നേരവും സൈക്കിളിലാണ് യാത്ര. സൈക്കിൾ വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന സ്കൂളിലെ കുട്ടികൾക്ക് സൈക്കിളുകൾ വാങ്ങി നൽകാനുള്ള സഹായമേവുന്നു എന്ന് മാത്രമല്ല, ഡിവിഷൻ തിരിച്ച് സൈക്കിൾ നിർത്തിയിടാൻ സ്കൂൾ പരിസരത്ത് സൗകര്യമൊരുക്കി നൽകുകയും ചെയ്യുന്നുണ്ട് അധികൃതർ. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുകയും
പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും യാത്രയ്ക്കായുള്ള സാമ്പത്തിക ഭാരം നിയന്ത്രിക്കുകയും ചെയ്യാമെന്നതും സൈക്കിളിൽ എത്തുന്നതിലൂടെയുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസിന് പ്രാധാന്യം നൽകുന്ന നമ്മുടെ വിദ്യാലയം അതിന് ഏറ്റവും വലിയ പ്രത്യേകത ഈ സൈക്കിളിൻ്റെ ഉപയോഗം തന്നെയാണ്. കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു വ്യായാമമാണ് ഈ ഒരു കാലഘട്ടത്തിൽ സൈക്കിൾ ഉപയോഗിക്കുക എന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഈ യാത്രാ സൗകര്യങ്ങൾ പരിമിതമായിട്ടുള്ള ഈ നമ്മുടെ വിദ്യാലയത്തിൽ പലപ്പോഴും വാഹന സൗകര്യം ഏർപ്പെടുത്തുക എന്ന ഒരു നിർദ്ദേശം വരുന്ന സമയത്ത് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും പലപ്പോഴും അതിനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. കാരണം സൈക്കിളിൽ വരുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ സൈക്കിൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സൈക്കിളിൽ വരുന്ന കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷമം എന്ന് പറയുന്നത് സൈക്കിൾ നന്നായി വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്കില്ല. അപ്പോൾ അത് അധികാരികളോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് അനുവദിച്ച് തരികയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് അത് നമുക്ക് നമ്മുടെ വിദ്യാലയത്തിന് മാറും, മുതൽക്കൂട്ടായിട്ട് മാറും. ഇപ്പോൾ സൈക്കിൾ വരുന്ന വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വ്യത്യാസമില്ലാതെയാണ് ഇവിടത്തേക്ക് വരുന്നത്. പലപ്പോഴും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സമീപദേശങ്ങളിലെ വിദ്യാർത്ഥികൾ ഒക്കെ സൈക്കിൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ വിദ്യാലയങ്ങളിലേക്ക് വരുന്നത്. ഈ വിദ്യാലയത്തിൽ സൈക്കിളിൻ്റെ ഉപയോഗം എല്ലാ കാലഘട്ടത്തിലും അത് ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് പൊതുസമൂഹം നോക്കി കാണുന്നത്. സൈക്കിൾ നമ്മുടെ ഒരു അഭിമാനമായിട്ടാണ് നമ്മുടെ വിദ്യാലയം കാണുന്നത്. അതിനെ പ്രോത്സാഹിക്കുന്ന പലതരത്തിലുള്ള പദ്ധതികൾ നമ്മൾ എല്ലാ വർഷവും ആവിഷ്കരിക്കാറുണ്ട്. സൈക്കിളിന് പ്രത്യേക നമ്പറുകൾ വണ്ടിക്കൊക്കെ നൽകുന്ന പോലെ പ്രത്യേക നമ്പറുകൾ, അതുപോലെ തന്നെ സൈക്കിളിൻ്റെ രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാലയം ഏറ്റെടുത്ത് നടത്താറുണ്ട്. 1992 തുടങ്ങിയ സൈക്കിൾ പെരുമയുടെ പാരിസ്ഥിതിക ഗുണം കുട്ടികൾ ശാസ്ത്രീയമായി കഴിഞ്ഞ വർഷം വിശകലനം ചെയ്തിരുന്നു. സ്വകാര്യ KSRTC യാത്ര ബസ്സുകൾ കുറഞ്ഞ ഉദിനൂർ മേഖലയിൽ സൈക്കിളിലെത്തുന്ന വിദ്യാർത്ഥികൾ മറ്റു വാഹനങ്ങളിലെത്തിയാൽ വരുന്ന ചെലവുകൾ അവർ കണക്കുകൂട്ടി സ്കൂളിൽ അവതരിപ്പിച്ചു. ഒരു ഓട്ടോറിക്ഷയിൽ ശരാശരി 6 വിദ്യാർത്ഥികൾ സഞ്ചരിച്ചാൽ 158 ഓട്ടോറിക്ഷകൾ ഓടേണ്ടി വരും. ഓരോ വർഷവും മാസം 5,68,000 രൂപ ചിലവ് വരും. ഈ തുക ലാഭിക്കുക എന്നതിനു പുറമെ മലിനീകരണ തോതിൽ വലിയ മാറ്റം വരുത്താനാകും. അത് പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രധാന പങ്കാളിത്തമുണ്ടാക്കും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സൈക്കിളിൽ സ്കൂളിലെത്തുന്നവരുടെ കണക്കും ഉദിനൂരിന് സ്വന്തമാണ്. ഏകദേശം ഒരു 1500-നടുത്ത് വിദ്യാർത്ഥിനികൾ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാലയത്തിലേക്ക് എത്തുന്നത്. ഹരിതശ്രേഷ്ഠ വിദ്യാലയമായ ഉദിനൂരിൻ്റെ മുഖമുദ്ര ഒന്നുകൂടെ ഉയർത്തിപ്പിടിക്കുന്നതാണ് സൈക്കിൾ പെരുമ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ പ്രകൃതി മനോഹാരിത ഒന്നുകൂടെ ഉറപ്പിക്കാനാവും. വായു മലിനീകരണമൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് വരാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് സൈക്കിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചില കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങിക്കാൻ കഴിവില്ലാത്തവരായിട്ടുണ്ട്. കാരണം ഒരുപാട് നിർധരരായ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്പോൺസർ. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കോട്ടച്ചേരി ദിനേശ് സഹകരണ സംഘം മാണിക്കോത്ത് ബ്രാഞ്ചിലെ കെ രമണി കല്ലിങ്കാൽ, കെ സുലോചന, കെ രമണി പൂച്ചക്കാട് എന്നിവർക്ക് തൊഴിലാളികളും സഹപ്രവർത്തകരും ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. യോഗം സംഘം പ്രസിഡന്റ് പി കാര്യമ്പു ഉദ്ഘാടനം ചെയ്ത് ഉപഹാരം നൽകി. കോട്ടച്ചേരി ദിനേശ് സഹകരണ സംഘം മാണിക്കോത്ത് ബ്രാഞ്ചിൽ നിന്നും 39 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കെ രമണി കല്ലിങ്കാൽ, 40 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കെ സുലോചന പൊയ്യക്കര, കെ രമണി പൂച്ചക്കാട് എന്നിവർക്ക് സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്നേഹോഷ്മളമായ യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു. യോഗം സംഘം പ്രസിഡന്റ് പി കാര്യമ്പു ഉദ്ഘാടനം ചെയ്ത് ഉപഹാര വിതരണം നടത്തി. ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. നമ്മുടെ തൊഴിലുറപ്പ്, അതിൽ വയസ്സൊന്നും പ്രശ്നമല്ല. എത്ര വരും അവർക്ക് 90 വയസ്സായാലും അവരെ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അവർക്ക് ജോലി ചെയ്യാം. വീടിലും ആ രീതിയിൽ ജോലി ചെയ്യാം. പക്ഷെ 58 വയസ്സ് പൂർത്തിയാക്കി പിരിഞ്ഞാൽ മറ്റ് ജോലി ചെയ്യാമെന്നേ ഉള്ളൂ, കൂലി വാങ്ങാം, മറ്റ് ആനുകൂല്യങ്ങൾക്കൊന്നും അർഹതയില്ല. ദിനേശ് വീടിലും അങ്ങനെ തന്നെയാണ്. ദിനേശ് വീടിൽ എങ്ങനെയാണ് വന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇടയിലിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ദിനേശ് വീടി വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു യാത്രയെ എന്നുള്ളത് സംഘടിപ്പിച്ചു. എം രാധ അധ്യക്ഷത വഹിച്ചു. കാറ്റാടി കുമാരൻ, പി തങ്കമണി, എം കാർത്യായനി, കമലാക്ഷൻ കൊളവയൽ, ഗംഗാധരൻ കൊളവയൽ, വി നിശാന്ത്, കെ വിജയൻ, ടി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. കെ രമണി, കെ സുലോചന എന്നിവർ മറുമൊഴി ഭാഷണം നടത്തി. കെ സരസ്വതി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് STU ചുമട്ടുതൊഴിലാളി യൂണിയൻ മത്സ്യ മാർക്കറ്റ് യൂണിറ്റ് വാർഷിക സമ്മേളനവും
40 വർഷത്തോളം മത്സ്യമാർക്കറ്റ് തൊഴിലാളിയായ ടി മുഹമ്മദ് കുഞ്ഞിക്കുള്ള യാത്രയപ്പ് യോഗവും നടത്തി. കാഞ്ഞങ്ങാട് STU ചുമട്ടുതൊഴിലാളി യൂണിയൻ മത്സ്യമാർക്കറ്റ് യൂണിറ്റ് വാർഷിക സമ്മേളനവും 40 വർഷത്തോളം മത്സ്യമാർക്കറ്റ് തൊഴിലാളിയായ ടി മുഹമ്മദ് കുഞ്ഞിക്കുള്ള യാത്രയപ്പ് യോഗവും നടത്തി. STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ എല്ലാവിധ സൗകര്യങ്ങളും പഴയകാല നേതാക്കന്മാർ ഒരുക്കി തന്ന് ആ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ് ഇന്ന് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ ഭൂരിഭാഗമുള്ളത്. എന്നാൽ ഈ ക്ഷേമ ബോർഡ് വരുന്നതിന് മുമ്പ് തൊഴിൽ മേഖലയിൽ യാതൊരുവിധ ക്രമീകരണങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് തൊഴിലുടമ നൽകുന്ന അവരിങ്ങനെ ഒരു ഔദാര്യം പോലെ നൽകുന്ന ചില്ലിക്കാശ് കൂലി വാങ്ങി കിൻഡൽ ചാക്ക് മുതലുള്ള വലിയ ഭാരങ്ങൾ ചുമന്ന് ഈ മേഖലയിൽ ജോലി കൊടുത്തു വന്നിരുന്ന വലിയൊരു വിഭാഗം ചുമട്ടുതൊഴിലാളികളൊക്കെ ഇന്നിപ്പോൾ മുഹമ്മദ് സാഹിബിനെ പോലെ 60 വയസ്സ് പൂർത്തിയായി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂനസ് വടകരമുക്ക് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് MP ജാഫർ, STU ജില്ലാ ജനറൽ സെക്രട്ടറി മുത്തലീബ് പാറക്കട്ട, CITU ജില്ലാ ചുമട്ട് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് KT കുഞ്ഞു മുഹമ്മദ് എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. STU പ്രതിനിധികളായ ഷംസുദ്ദീൻ ആവിയിൽ, ജാഫർ മൂവാരിക്കുണ്ട്, അസം PS, ഇർഷാദ് T ആവിയിൽ, CITU പ്രതിനിധി വിജേഷ് പടന്നക്കാട് എന്നിവർ സംസാരിച്ചു. STU യൂണിറ്റ് സെക്രട്ടറി ഇബ്രാഹിം AR സ്വാഗതവും ഉപഹാരം ഏറ്റുവാങ്ങിയ മുഹമ്മദ് T ആവിയിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള യോഗി സർവീസ് സൊസൈറ്റി കാഞ്ഞങ്ങാട് യൂണിറ്റ് പുസ്തക വിതരണവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാന രക്ഷാധികാരി PP ബാലകൃഷ്ണൻ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു. കേരള യോഗി സർവീസ് സൊസൈറ്റി കാഞ്ഞങ്ങാട് യൂണിറ്റ് പുസ്തക വിതരണവും ക്യാഷ് അവാർഡ് വിതരണവും അനുമോദന യോഗവും KYSS കാഞ്ഞങ്ങാട് ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ചു. 2025-26 വർഷത്തിൽ LSS, USS, SLC, +2 പരീക്ഷയിൽ കലാകായിക മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയവർ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. LKG മുതൽ +2 വരെയുള്ള ഈ വർഷത്തിൽ പഠിക്കാൻ പോകുന്ന സമുദായത്തിലെ മുഴുവൻ കുട്ടികൾക്കും ആവശ്യമായ നോട്ട്ബുക്കുകൾ യോഗത്തിൽ വെച്ച് വിതരണം ചെയ്തു. KYSS സംസ്ഥാന രക്ഷാധികാരി PP ബാലചന്ദ്രൻ ഗുരുക്കൾ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടന രൂപീകരിച്ചിട്ട് ഇപ്പോൾ 25 വർഷം തികയുകയാണ്. ആ സമയത്ത് നമ്മൾ ആരംഭിച്ച ആദ്യകാലം തൊട്ടേയുള്ള പുസ്തക വിതരണം ഇന്നും നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു സംഗതിയാണ്. ഞാനിത് പറയുമ്പോൾ നമ്മുടെ അഴീക്കോടുള്ള യൂണിറ്റ് അവർ ആദ്യകാലത്ത് സമുദായ അംഗങ്ങൾക്ക് പുറമെ മറ്റു സമുദായത്തിലെ 2 പഞ്ചായത്തുകളിലെ പാവപ്പെട്ട കുടുംബങ്ങളുടെ ലിസ്റ്റ് സ്കൂളിൽ നിന്ന് വാങ്ങി അവർക്ക് കൂടി പുസ്തക വിതരണങ്ങൾ നടത്തിയിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോ ഈ പറഞ്ഞു വരുന്നത് ഈ പുസ്തക വിതരണത്തിന്റെയും നടത്തിയിരുന്നത് വിദ്യാഭ്യാസ സമ്മേളനമായിട്ടായിരുന്നു. ഒരു ദിവസം മുഴുവനുള്ള വലിയ പരിപാടിയാണ്. കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് TK ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് കർമ്മയോഗി എന്ന പുസ്തകം രചിച്ച പ്രിയ S യോഗിയെയും ഫോറൻസിക് ഓഫീസറായി ചുമതലയേറ്റ നീരജയെയും ആദരിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PY കുഞ്ഞികൃഷ്ണൻ, യോഗി ചാരിറ്റബിൾ ചെയർമാൻ PM ശശിധരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK കുഞ്ഞിരാമൻ, ജില്ലാ സെക്രട്ടറി P പവിത്രൻ, പഞ്ചായത്ത് അംഗം അർജുൻ യോഗി, ബലരാമൻ പള്ളോട്ട് എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് യൂണിറ്റ് സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ട്രഷറർ VP ഉഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാലിച്ചാനടുക്കം ശാസ്താംപാറ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ 2027 വർഷത്തിൽ നടത്തുന്ന നവീകരണ കലശ മഹോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം നടന്നു. കാലിച്ചാനടുക്കം ശാസ്താംപാറ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ 2027 വർഷത്തിൽ നടത്തുന്ന നവീകരണ കലശ മഹോത്സവത്തിന്റെ സംഘാടക സമിതി യോഗം നടന്നു. യോഗത്തിൽ ക്ഷേത്രം സെക്രട്ടറി രാജൻ നമ്പ്യാർ സ്വാഗതവും ക്ഷേത്രം പ്രസിഡന്റ് K തുളസിദാസ് അധ്യക്ഷതയും വഹിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കോടോംബേളൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭൂപേഷ് M, കരിമ്പിൽ കൃഷ്ണൻ, ക്ഷേത്രം മേൽശാന്തി പെരിഗമന വിശ്വൻ നമ്പൂതിരി, ക്ഷേത്രം രക്ഷാധികാരികളായ P രാജകുമാരൻ നായർ, മോഹനൻ നമ്പ്യാർ, ക്ഷേത്രം മാതൃസമിതി ട്രഷറർ സരോജിനി ടീച്ചർ,
കോട്ടപ്പാറ ഗുളികൻ ദേവസ്ഥാനം ട്രഷറർ അനൂപ്, മാണിയൂർ മഹാദേവ ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ബാബുരാജ്, ചെറളം അയ്യപ്പ ഭജനമഠം സെക്രട്ടറി മധു, വളാപ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര സെക്രട്ടറി രാജൻ പി, കർണാടകത്ത് ശ്രീ മുത്തപ്പൻ മാതൃസമിതി സെക്രട്ടറി അജിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. രക്ഷാധികാരികളായി സ്ഥലം MP രാജ്മോഹൻ ഉണ്ണിത്താൻ, MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു, കോടോംപള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ജയചന്ദ്രൻ, ക്ഷേത്രം തന്ത്രി പത്മനാഭ പട്ടേരി, മേൽശാന്തി വിശ്വൻ പെരികമന, ചെയർമാൻ ഭൂപേഷ്, മധു A, രാജകുമാരൻ നായർ, കുഞ്ഞിക്കണ്ണൻ നായർ, നാരായണൻ ഗുരുസ്വാമി എന്നിവരെ രക്ഷാധികാരികളായി തിരഞ്ഞെടുത്തു. 20 പേരടങ്ങുന്ന സ്വാഗത സംഘം രൂപീകരിച്ചു. ചെയർമാനായി കരിമ്പിൽ കൃഷ്ണയെയും വൈസ് ചെയർമാനായി രാജേന്ദ്രൻ നമ്പ്യാരെയും കൺവീനറായി തുളസിദാസിനെയും ട്രഷററായി P നാരായണൻ പുഷ്പഗിരിയെയും തെരഞ്ഞെടുത്തു. വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. ഉദയനഗർ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടി അറിവും ആഹ്ലാദവും എന്ന പേരിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പ്രൺജിത് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഉദയനഗർ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടി അറിവും ആഹ്ലാദവും എന്ന പേരിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് N പ്രകാശിന്റെ അധ്യക്ഷതയിൽ കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പ്രൺജിത് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. അതായത് പഴയ കാലത്ത് നമ്മൾ ഒരു ചെമ്പക ചോട്ടുണ്ടാവും, ചെമ്പകത്തിനടുത്ത് ഒരു കല്ല് വെച്ചിട്ടുണ്ടാവും, അതിലാണ് പഴയ ആൾക്കാർ ദീപം കൊളുത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഒരു ചെമ്പക ചോട്ടിൻ്റെ അടിയിൽ ദൈവത്തിന് കുടിയിരുത്തിയിട്ട് അത് നമ്മളെ നെല്ലും പണം കൊണ്ട് നമ്മളെ
കാലവും സംരക്ഷിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ എം രേഖ, 12ാം വാർഡ് മെമ്പർ കെ ബിന്ദു എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രശസ്ത മോട്ടിവേഷൻ പരിശീലകൻ ബാലചന്ദ്രൻ കൊട്ടോടി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ക്ലബ് സെക്രട്ടറി കെ മധു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ പി അഖിലേഷൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് അശ്വിനി നഗറിലുള്ള ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും ഘോഷയാത്രയോടെയാണ് പ്രവേശനോത്സവം ആഘോഷിച്ചത്. കാസർഗോഡ് അശ്വിനി നഗറിലുള്ള ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. സ്കൂൾ അക്കാദമിക് ഉപദേഷ്ടാവ് ഡോക്ടർ കെ.എൻ. വെങ്കിട്ടരമണ ഹൊള്ള പരിപാടിക്ക് നേതൃത്വം നൽകി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലീലാവതി നായർ, PTA പ്രസിഡന്റ് ഗുരുദത്ത് പൈ, ഭാരവാഹികൾ, സ്കൂൾ അധ്യാപകർ, കുട്ടികൾ, മാതാപിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കള മാർത്തോമ ഭദ്ര വിദ്യാലയത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ പ്രവേശനോത്സവം നടന്നു. ഉത്തര മലബാറിലെ ആദ്യത്തെ കേൾവി സംസാര പരിമിതരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാലയത്തിലെ പ്രവേശനോത്സവം ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് ഉദ്ഘാടനം ചെയ്തു. ചെർക്കള മാർത്തോമ ഭദ്ര വിദ്യാലയത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ പ്രവേശനോത്സവം നടന്നു. ഉത്തര മലബാറിലെ ആദ്യത്തെ കേൾവി സംസാര പരിമിതരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാലയത്തിലെ പ്രവേശനോത്സവം ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് ഉദ്ഘാടനം ചെയ്തു. ബാക്കിലിരിക്കുന്ന കുട്ടികളൊക്കെ ബാക്കിൽ തന്നെ തോന്നും, ഞാൻ ബാക്കിലാണ്, വളരെ പിന്നോട്ടാണ്, വളരെ പിന്നോട്ടാണ്, വിദ്യാഭ്യാസത്തിൽ പിന്നോട്ടാണ് എന്ന് ചിന്ത വരെ പാടില്ല. എപ്പോൾ തന്നെ ഞങ്ങൾ മുൻപന്തിൽ വരണം, വിദ്യാഭ്യാസത്തിൽ നല്ല രീതിയിലുള്ള കഴിവ് മുന്നോട്ട് വരണം. അതാണ് സർക്കാരിന് കാഴ്ചവെക്കുന്നത്. ഇത്രമാത്രം നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ കുഞ്ഞുങ്ങളാണ് മാർത്തോമ സ്കൂളിൽ പ്രവേശനം നേടിയ കേൾവി സംസാര പരിമിതരായ കുഞ്ഞുങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷം SLC, +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാലയത്തെയും മാനേജ്മെന്റിനെയും അധ്യാപകരെയും കുട്ടികളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ചടങ്ങിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാസ്മിൻ കബീർ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തകുമാരി A കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ജയരാജ്, MPTA പ്രസിഡന്റ് ഷാജിദ, ബിന്ദു AK, യമുന G ഉത്തമൻ, വിജി VS എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ഷീല S സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി CBC കുഞ്ഞപ്പൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശനം നടത്തി. പ്രദേശത്തെ അപകടാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ദേശീയപാതയിൽ പെരിയ ടൗണിനടുത്ത് സർവീസ് റോഡ് തകർന്നു. ഇതോടെ റോഡ് ഗതാഗതം ഭാഗികമായി നിലച്ചു. പ്രതിഷേധവുമായി വ്യാപാരികളും നാട്ടുകാരും രംഗത്ത്. തൃക്കരിപ്പൂർ തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ചക്ക വിഭവങ്ങൾ വിളമ്പി. വായനാ വെളിച്ചം വായനാക്കളരി പദ്ധതിയുടെ ഭാഗമായാണ് മനസ്സിലും നാവിലും രുചി വൈവിധ്യത നിറച്ച ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ആഷിദ് കേബിൾ നെറ്റിന്റെ 10K ബന്ധങ്ങളുടെ നേട്ടം സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിലാണ് പരിപാടി നടന്നത്. കുഞ്ഞു മനസ്സുകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി സബ് ജില്ലാ പ്രവേശനോത്സവത്തിന് PTM AUP സ്കൂൾ ബദിരാവേദിയായി. കാസർഗോഡ് MLA കല്ലട്ര മാഹിൻ ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ MES കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സമ്മേളനം ജൂൺ 6-ന് 3 മണി മുതൽ കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാഞ്ഞങ്ങാട് നഗരസഭ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകരുടെ പിന്തുണയിൽ പദ്ധതി അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കിറ്റുകൾ നൽകി. നഗരസഭയിലെ 47 വാർഡുകളിലെ 13 വിദ്യാർത്ഥികൾക്കാണ് കുട, ബാഗ്, നോട്ട്ബുക്ക്, പെന്ന് തുടങ്ങിയവ വിതരണം ചെയ്തത്.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.